പിന്നെ LSC അവരുടെ ബോളേഴ്സിന് യൂസ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ഷഹബാസ് അഹമ്മദ്. എനിക്കൊന്ന് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഈ രാത്തിനേക്കാളും നന്നായിട്ട് പന്തെറിഞ്ഞത് ഷഹബാസ് അഹമ്മദാണ്. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് ലൈനിലും ലെങ്തിലും എറിയുന്നു, പിന്നെ വിക്കറ്റുകൾ നേടുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഒരു ഓവർ പോലും ഒറ്റൊരു ബോൾ മാത്രമാണ് പന്ത് എന്നുള്ളതിന് റീസണായി പറഞ്ഞത് ലെഫ്റ്റി ആയിട്ടുള്ള വൈഭവ് അവിടെ ഉള്ള സമയത്ത് ഞാൻ അവനെ യൂസ് ചെയ്യണമെന്നാണ്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളത്. അതായത് ഈ ദിഗ്വേഷ് ഷാത്തിയേക്കാളും എക്സ്പീരിയൻസ്ഡും അത് മാത്രമല്ല വൈവിധ്യവും ബാറ്റ്സ്മാരുടെ സ്റ്റാൻസ് അനുസരിച്ചിട്ട് പന്തെറിയും ചെയ്യുന്ന ഒരു ബോളറാണ് ഷഹബാസ് അഹമ്മദ്. അദ്ദേഹത്തെ പിന്നെ ഇതിനു മുമ്പത്തെ ഒരു മത്സരത്തിൽ പോലും പന്ത് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അതായത് ഒരു ഓവർ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സമയത്തും മറ്റൊരു മത്സരത്തിൽ എയ്ഡൻ മാർക്രമിന് ലാസ്റ്റ് ഓവർ കൊടുത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഓവർ ഇദ്ദേഹത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം പന്ത് കൃത്യമായിട്ടും 2 സിക്സ് അടിച്ചിട്ടാണ് ഇതില് ഈ പൊതുവെ T20 ഗാംബ്ലിങ്ങൾക്ക് ഇവര് മുതിരാതിരിക്കുക എന്ന് ക്യാപ്റ്റന്മാര് പൊതുവെ പിന്നെ അവര് സ്വയം തീരുമാനിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. ഇപ്പോൾ ലെഫ്റ്റീസിനെ ലെഫ്റ്റ് ഹാൻഡർമാർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വൈഭവ് സൂര്യവംശി മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ലെഫ്റ്റ് ഹാൻഡ് ബോളർ ഇട്ട് കൊടുത്തില്ലേ എന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അങ്ങനെ ഗാംബ്ലിങ്ങൾക്ക് അവർ മുതിരുന്നില്ല എന്നല്ല, പക്ഷെ സ്വാഭാവികമായിട്ടും റിസൾട്ട് ഇല്ലാതാകുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വരും. മസ്കെ പറഞ്ഞത് ആണ്. ഗാംബ്ലിങ്ങിന് അപ്പുറം ഇദ്ദേഹം ഒരു പ്രൈം ബോളർ തന്നെയാണ്. ഷഹബാസ് അഹമ്മദ് നമുക്കറിയാം ഈ RCBക്കൊപ്പം അദ്ദേഹം കളിക്കാനുണ്ടായിരുന്നു. RCB കൃത്യമായിട്ട് അദ്ദേഹത്തെ ഒരു ഓൾറൗണ്ടറായിട്ട് യൂസ് ചെയ്ത് ഒരുപാട് സമയമുണ്ട്. 1 ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ടൊക്കെ അദ്ദേഹത്തെ ഇറക്കുകയും അദ്ദേഹം ഒരു 40+ അല്ലെങ്കിൽ 50+ റൺസൊക്കെ നേടിയിട്ടുണ്ട്. ബോളിങ്ങിലും നന്നായിട്ട് തന്നെ ഡെലിവർ ചെയ്തൊരു താരമാണ്. പക്ഷെ ഭയങ്കരമായിട്ട് അണ്ടർ യൂസ് ചെയ്യുകയാണ് ഈ സീസണിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇദ്ദേഹത്തെ. പിന്നെ ഉള്ളത് മായങ്ക് യാദവാണ്. മായങ്ക് യാദവിന് ഇന്നലെ 50 റൺസോളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പേസ് പക്ഷേ 150 അടുത്ത് സ്ഥിരമായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. അതും വൈഭവാണെങ്കിൽ ലെങ്ത് പിക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനനുസരിച്ച് പേസ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പേസ് യൂസ് ചെയ്താണ് അടിക്കുമല്ലോ. മായങ്കിന്റെ വരവ് എന്നുള്ളത് മായങ്ക് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് IPL ഓവർ എറിഞ്ഞത് ശിഖർ ധവാനെതിരെയാണ്. ശിഖർ ധവാൻ ആ സമയത്ത് ഒരു ബോളർ വരുന്നു, അദ്ദേഹം നല്ല ഫോമിൽ കളിക്കുകയാണ്. പിന്നെ എന്താവും എന്നുള്ള പിന്നെ ആരാണ് ഈ ബോളർ എന്നൊന്നും അറിയില്ല. അപ്പോൾ ശിഖർ ധവാൻ ഫസ്റ്റ് ഇത് ഫേസ് ചെയ്യുന്ന സമയത്ത് ആ പന്ത് തന്നെ 140 സംതിങ് അല്ലെങ്കിൽ 150 അന്ന് ഭയങ്കരമായിട്ട് പിന്നെ ചർച്ചയായിട്ടുള്ള വാർത്തകളിലൊന്നായിരുന്നത് ശിഖർ ധവാൻ ശിഖർ ധവാൻ അപ്പോഴാണ് ഒരു ഷിയർ പേസ്, പിന്നെ അദ്ദേഹത്തിന്റെ ഭാവമൊക്കെ മാറുകയാണ്. അതായത് ശിഖർ ധവാന് ബോഡി ലൈനിൽ 2-3 പന്തുകൾ പിന്നെ ദേഹത്ത് തൊട്ടില്ല എന്ന തരത്തിൽ അങ്ങ് ചീറിപ്പാഞ്ഞ് പോയപ്പോഴാണ് മായങ്ക് യാദവ് എന്നുള്ള ബോളർ ആ മത്സരത്തിൽ അദ്ദേഹത്തിന് 3 വിക്കറ്റ്, ശിഖർ ധവാന്റെ അടക്കം 3 വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു.